വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും മൈസൂർ റൂട്ടിൽ സഞ്ചരിച്ച് ഉൾപ്രദേശത്താണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും നിക്ഷിപ്ത വനമാണ്. പലപ്പോഴും റോഡിൽ കാട്ടാനക്കൂട്ടങ്ങളെയും ആൻകൂട്ടങ്ങളെയും കാണാം. ക്ഷേത്ര പരിസരത്ത് താമസ സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുള്ളതിനാൽ ഇവിടെ താമസിച്ച് സുരക്ഷിതമായി ദർശനം നടത്താം. പഴയ കേരളത്തിലെ മലയോരങ്ങളിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ നശിക്കാതെ നിന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെല്ലി എന്ന് ഗണിച്ചു പോരുന്നു. തിരുനെല്ലിയിലെ ബലികർമ്മങ്ങളും പ്രസിദ്ധമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ബ്രഹ്മാവാണെന്നാണ് വിശ്വാസം. തന്റെ ഹംസരഥത്തിൽ ലോകം ചുറ്റിക്കറങ്ങുന്നതിനിടയ്ക്ക് ബ്രഹ്മാവ് സഹ്യാദ്രിയിലെ വനപ്രദേശത്തെത്തി. ഈ പ്രദേശം കണ്ട് ഇഷ്ടപ്പെട്ട ബ്രഹ്മാവ് ബ്രഹ്മഗിരിയിൽ ഇറങ്ങി. ഈ പ്രദേശം വിഷ്ണുലോകം തന്നെയാണെന്നാണ് ബ്രഹ്മാവിന് ആ സമയത്ത് തോന്നിയത്. ഇതിന്റെ കാരണം അന്വേഷിച്ച് പ്രദേശം മുഴുവൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഒരു നെല്ലിമരത്തിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്ന ഒരു വിഷ്ണു വിഗ്രഹം കണ്ടെത്തി. അതെടുക്കാൻ ശ്രമിച്ച ഉടനെ വിഗ്രഹം അപ്രത്യക്ഷമായി. അതോടെ ബ്രഹ്മാവിന് ഇച്ഛാഭംഗമുണ്ടായി. പക്ഷേ ഉടനെ ഒരു അശരീരി ഉണ്ടാവുകയും ബ്രഹ്മാവ് കണ്ട മഹാവിഷ്ണു വിഗ്രഹം ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്ന് കേൾക്കുകയും ചെയ്തു. ഉടനെ ബ്രഹ്മാവ് പ്രതിഷ്ഠയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തി. പ്രതിഷ്ഠാവേളയിൽ അവിടെ പ്രത്യക്ഷനായ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു: ഇനിയുള്ള എന്റെ സങ്കേതം ഈ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ എല്ലാ കാലവും ഞാൻ ഉണ്ടാകും. ഈ ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ഇന്നും ഈ ക്ഷേത്രത്തിൽ രാത്രിയിൽ ബ്രഹ്മപൂജ നടത്തുന്നു എന്ന സങ്കല്പമുണ്ട്. അതുകൊണ്ട് എല്ലാ പൂജകളും കഴിഞ്ഞ് രാത്രി നടയടയ്ക്കുന്നതിന് മുൻപ് അന്നത്തെ പൂജയുടെ നിർമാല്യങ്ങളെല്ലാം മാറ്റി മറ്റൊരു പൂജ നടത്താനുള്ള സാധനങ്ങൾ ഒരുക്കി വയ്ക്കും. എന്നിട്ടേ ഇവിടെ നടയടയ്ക്കാറുള്ളൂ. പത്മപുരാണത്തിൽ സഹ്യമാലക ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് തിരുനെല്ലിയെ ആണെന്ന് വിശ്വസിക്കുന്നു. കുലശേഖര രാജാവായ ഭാസ്കര രവിവർമ്മയുടെ ചെപ്പേടുകൾ ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചിരുന്നു. തിരുനെല്ലി പെരുമാളുടെ പൂജ മുതലായവയ്ക്ക് ഭാസ്കര രവിവർമ്മൻ തന്റെ 46-ാം ഭരണവർഷത്തിൽ ചില വ്യവസ്ഥകൾ ചെയ്യുന്നതാണ് ഈ ചെപ്പേടുകളിലെ പ്രതിപാദ്യ വിഷയം. ഇന്ന് കാണുന്ന ക്ഷേത്രം കൊല്ലവർഷം 970 പണിതീർത്തതാണെന്ന് കരുതി വരുന്നു. ഇക്കാലത്ത് കോട്ടയം രാജാവിന്റെ അധീനതയിലായിരുന്നു ക്ഷേത്രം. ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിരുന്നു എന്നതിനാൽ പഴയകാലത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു. കാസർഗോഡ് ജില്ലയിലുള്ള മായിപ്പാടി രാജവംശത്തിലെ രാജകുമാരൻ തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിനെത്തിയതും അക്കാലത്ത് വയനാട്ടിലെ രാജാവ് തന്റെ മകളെ രാജകുമാരൻ വരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തടവിലാക്കിയതും വലിയാമ്പം കോട്ടയിൽ തടവിലിട്ടിരുന്ന രാജകുമാരനെ കോട്ടയം കുറുമ്പ്രനാട് രാജാക്കന്മാരുടെ സഹായത്തോടെ മായപ്പാടി രാജാവ് മോചിപ്പിച്ച് വേദരാജ്യം ഈ 2 രാജവംശങ്ങൾക്ക് വീതിച്ചു കൊടുത്തതും പഴയ ചരിത്ര കഥകളാണ്. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും തിരുനെല്ലി ക്ഷേത്രത്തിലുണ്ട്. കൊട്ടിയൂർ ഉത്സവത്തിന് ഇവിടെ നിന്നും ഭൂതങ്ങൾ അരി കൊണ്ടുപോയിരുന്നു എന്നാണ് ആ ഐതിഹ്യം. ഇതുമായി ബന്ധപ്പെട്ട ഭൂതത്തെ പറഞ്ഞയക്കുന്ന ഒരു ചടങ്ങ് ഇന്നും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഇടവമാസത്തിലെ വിശാഖം നാളിലാണ് ഭൂതത്തെ പറഞ്ഞയക്കൽ ചടങ്ങ്. കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞാൽ തിരുനെല്ലിയിലേക്ക് ഭൂതത്തെ തിരിച്ചയക്കുന്ന ചടങ്ങ് അവിടെയും നടത്തി വരുന്നുണ്ട്. പിതൃകർമ്മങ്ങൾക്ക് പഴയകാലം മുതലേ പ്രസിദ്ധമാണ് തിരുനെല്ലി. പിതൃകർമ്മങ്ങൾക്ക് ഇല്ലം വല്ലം എന്നാണ് പഴയ ചൊല്ല്. പിതൃക്കൾക്ക് ബലിയർപ്പിക്കാൻ തിരുവല്ലവും തിരുനെല്ലിയും പ്രശസ്തമാണ് എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം. പാപനാശിനിയിലാണ് പിണ്ടപ്പാറ. പാഷാണഭീതി എന്ന അസുരനെ വധിക്കാൻ ഒരുമ്പെട്ട വിഷ്ണു അസുരന്റെ അപേക്ഷ മാനിച്ച് പുണ്യശിലയാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം. ജമദഗ്നി, പരശുരാമൻ, ശ്രീരാമൻ തുടങ്ങിയ നിരവധി പുണ്യാത്മാക്കൾ ഇവിടെ കർമ്മങ്ങൾ നടത്തി എന്നാണ് പുരാവൃത്തം. ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് പിതൃപ്രീതിക്ക് മാത്രമല്ല വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് കരുതി വരുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കരിങ്കൽ പടവുകളിലൂടെ താഴെ ഇറങ്ങി നടന്നാൽ പാപനാശിനിയിലെത്താം. കാശിയിലെ ഗംഗ പോലെയാണ് തിരുനെല്ലിയിലെ പാപനാശിനി എന്നാണ് പാരമ്പര്യ വിശ്വാസം. ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നും തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നരിനിരങ്ങി മല കടന്ന് തിരുനെല്ലിയിലെത്തി പാപനാശിനിയിൽ കർമ്മം നടത്തി തൃശ്ശിരിയിലെത്തി വിളക്കുമാല എന്ന വഴിപാട് നടത്തണമെന്നാണ് ആചാരം. പിതൃകർമ്മങ്ങൾ നടത്താൻ ഇവിടെ പ്രത്യേക ചിട്ടകളുണ്ട്. തലേ ദിവസം ക്ഷേത്രത്തിലെത്തി
ദേഹശുദ്ധി വരുത്തി ദീപാരാധന തൊഴുത ശേഷം സത്യവാചകം ചൊല്ലണം. അതിനുശേഷം ഭണ്ഡാരത്തിൽ കാണിക്ക അർപ്പിച്ച് ദണ്ഡനമസ്കാരം നടത്തണം. അടുത്ത ദിവസം ക്ഷേത്രത്തിൽ നിന്നും ബലിസാധനങ്ങളും ദർഭയും വാങ്ങി പാപനാശിനിയിൽ എത്തി കർമ്മം ചെയ്ത് ഗുണ്ടിക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വീണ്ടും ക്ഷേത്രത്തിലെത്തണം. ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം വലം വെച്ച് ത്രിമധുര നേദ്യവും പ്രസാദവും വാങ്ങിയാൽ കർമ്മങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ വിഷുവിന് സമാപിക്കുന്ന 2 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. പണ്ടുകാലത്ത് 10 ദിവസത്തെ ഉത്സവമായിരുന്നു. ഉത്സവത്തിന് ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് പതിവില്ല. സ്വന്തമായി ആനയുണ്ടെങ്കിലേ ഇവിടെ ആന എഴുന്നള്ളിക്കാവൂ എന്നൊരു കൽപ്പനയുണ്ടത്രേ. ക്ഷേത്രത്തിലെ കരിങ്കൽപ്പാത്തി വളരെ പ്രശസ്തമാണ്. ക്ഷേത്രത്തിൽ കിണറില്ലാത്തതുകൊണ്ട് വളരെ അകലെയുള്ള പാപനാശിനിയിൽ നിന്നാണ് പണ്ട് വെള്ളം കൊണ്ടുവന്നിരുന്നത്. ബ്രഹ്മഗിരിയുടെ ഒരു ഉറവയിൽ നിന്നും ക്ഷേത്രാവശ്യത്തിന് വെള്ളം കൊണ്ടുവരാനാണ് കരിങ്കൽപ്പാത്തി എന്ന പ്രാചീന ജലവിതരണ പദ്ധതി ആരംഭിച്ചത്. 6 അടിയോളം ഉയരമുള്ള കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയ കൽപ്പാത്തികളിലൂടെയാണ് ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിലേക്ക് സദാസമയത്തും വെള്ളം ഒഴുകിയെത്തുന്നത്. ഇതിനു പിന്നിലും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ചിറക്കൽ രാജാവിന്റെ ഒരു കെട്ടിലമ്മയാണ് ഇതിന്റെ പിന്നിലെന്നാണ് കഥ. ക്ഷേത്രത്തിൽ തൊഴാനെത്തിയവർ ആ സമയത്ത് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വലഞ്ഞ് കരഞ്ഞ് ഒരു കുട്ടിയുടെ ദാഹം തീർക്കാൻ പൂജാരിയോട് വെള്ളം ചോദിച്ചു. വളരെ അകലെയുള്ള പാപനാശിനിയിൽ നിന്ന് ചുമന്നുകൊണ്ടുവരുന്ന വെള്ളം ക്ഷേത്രാവശ്യത്തിന് മാത്രമേ തികയൂ എന്നും തരാൻ നിവൃത്തിയില്ലെന്നുമായിരുന്നു പൂജാരിയുടെ മറുപടി. ഇത് കേട്ട അവർ ക്ഷേത്രത്തിൽ വെള്ളം എത്തിക്കാതെ താൻ ജലപാനം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു. അങ്ങനെയാണ് അവരുടെ കൂടെയുണ്ടായിരുന്ന പരിചാരകർ മുളകീറി പാത്തി ഉണ്ടാക്കി ബ്രഹ്മഗിരിയുടെ താഴ്വാരത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിച്ചത്. തിരികെ എത്തിയ അവർ മുളംപാത്തികൾ മാറ്റി കരിങ്കൽ പാത്തികളും കരിങ്കൽ തൂണുകളും വയ്ക്കാൻ ഏർപ്പാട് ചെയ്തു. കരിങ്കല്ലുകൊണ്ട് തീർത്ത വിളക്കുമാടവും ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. വിളക്കുമാടം ഭാഗികമായി മാത്രം പൂർത്തിയായ നിലയിലാണുള്ളത്. ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നും അറിയപ്പെടുന്ന പ്രശസ്തമായ ഈ മഹാവിഷ്ണു ക്ഷേത്രം ഇന്നും കാനന നടുവിൽ സ്വച്ഛമായി നിലകൊള്ളുന്നു.